മനാഫ് കൂടി ചേരുന്നുണ്ട്. മനാഫും ഈ ഒരു സംഭവത്തിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. മനാഫ്, ഇതൊരു കെട്ടുകഥയാണ് എന്ന രീതിയിലാണ് ആദ്യം അവതരിപ്പിച്ചിരുന്നത്. പലരും ഇത് വെറുതെ കള്ളം പറയുന്നതാണ്, ആ സാക്ഷിക്ക് തോന്നിയ എന്തോ ഒരു കാര്യം, അദ്ദേഹം അവിടെ നിന്ന് പോയ ആളാണ്, പിന്നെ തിരിച്ചു വരുമ്പോൾ എന്തോ പിച്ചുമ്പേയും പറയുന്നു എന്ന രീതിയിലൊക്കെയായിരുന്നു ആദ്യ പ്രതികരണങ്ങൾ വന്നത്. നമ്മൾ പക്ഷേ കൃത്യമായിട്ടും ആ സാക്ഷി പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുകയാണ് ഉണ്ടായത്. ഒരു അന്വേഷണ സംഘം തന്നെ രൂപപ്പെട്ടു വരുവാൻ ഒരുപാട് ദിവസങ്ങളെടുത്തു. ഇപ്പോൾ പക്ഷേ ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു അന്വേഷണം, അത് തുടക്കം തന്നെ വലിയ ദിവസങ്ങളായിട്ടില്ല SIT വന്നിട്ട്, തുടക്കത്തിൽ തന്നെ ഇങ്ങനെ സാക്ഷി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അതേ സ്പോട്ടിൽ ശരിയായി വരുന്നു. മനോഫ് കേൾക്കുന്നില്ല? സോറി, ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ആദ്യമേ ന്യൂസ് 18 അഭിനന്ദിക്കുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ കേരളത്തിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും ബന്ധപ്പെട്ട സമയത്ത് ഒരു ഉപാധികളും ഇല്ലാതെ നിർഭയത്തോട് കൂടിയിട്ട് ന്യൂസ് 18 ബൈജേട്ടന്റെ കൂടെ വരികയാണ് ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു ജസ്റ്റിസ് ഫോർ സൗജന്യ 2012 മുതൽ 2025 വരെ ഈ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പോരാട്ടത്തിന്റെ ഒരു ദിശ തന്നെ നമ്മളെ കൊണ്ട് മാറ്റിക്കാൻ കഴിഞ്ഞു. ഇത് മൊത്തം എല്ലാ മീഡിയാസിലും ചർച്ചയ്ക്ക് വരുത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ പല മാധ്യമങ്ങളും സംസാരിച്ചത് ഇതൊരു കെട്ടുകഥയാണ്, ഇതൊരു കാൽപ്പനിക ലോകത്ത് ഉള്ള സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലായിരുന്നു സംസാരമെങ്കിൽ ഇന്ന് ആ മാധ്യമങ്ങളടക്കം പലരും മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്ര മാത്രം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോട് കൂടിയിട്ട് ഈ വിഷയത്തെ മുന്നോട്ട് സമീപിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇത്രയൊരു ആജാനുബാഹുവായ ശാരീരിക ദൃഢതയുള്ള ഒരു മനുഷ്യന്, ഈ ഒരു എന്താ പറയാ ഭീമ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ഇത്ര വലിയൊരു തുറന്നു പറച്ചില് നടത്തിയിട്ട് അതിനെ നമ്മള് മുഖവിലക്ക് എടുക്കാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തന്നെ കോടതിയിൽ അസ്ഥികൂടമായിട്ട് ചെന്നിട്ട് ഞാനാണ് 100-ലധികം ആളുകളെ കുഴിച്ചു മൂടിയതെന്ന് വന്ന് പറയാണ്. അതിന് ഒരു വലിയൊരു ചങ്കൂറ്റം തന്നെ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ കൂടെ അടിയുറച്ച് നിന്ന ആളുകളായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അതിലൊരു അഭിമാനം തോന്നുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ നാട്ടിലൊന്നും എവിടെങ്കിലും കുഴിച്ചു കഴിഞ്ഞാൽ ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടം ഒന്നും കിട്ടൂല. പക്ഷെ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടം കിട്ടി എന്ന് പറയുമ്പോ ഇനി വരും നാളുകളിൽ അതൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വിഷയമായിക്കോട്ടെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിക്കോട്ടെ, വരും കാലങ്ങളിൽ ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്രത്തിൽ സമൂഹം ആ ചരിത്രം പഠിക്കുന്ന സമയത്ത് നീതിക്ക് കൂടെ നിന്ന പക്ഷത്താണ് നമ്മളെല്ലാരും അന്ന് അഭിമാനത്തോട് കൂടിയിട്ട് ഉണ്ടാവും. ഇപ്പോൾ മറ്റൊരു കാര്യം, മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ബൈജു തന്നെ പല റിപ്പോർട്ടുകളും തന്നിരുന്നു. ഇന്നും അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മലയാളികളും ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള കാര്യം. അവിടെ വെച്ച് മലയാളികളെ മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, കാണാതായ സംഭവം ഉണ്ടായിട്ടുണ്ട്. മനാഫ് കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ഇതിൽ സംസ്ഥാന ഗവൺമെന്റ് കൂടി, കേരള ഗവൺമെന്റ് കൂടി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ മനാഫ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ചരിത്രം, ഒരു കാലത്ത് ഈ ചരിത്രം ഓർമ്മിക്കുമ്പോ അതിൽ എന്താണ് കേരള സർക്കാരിന്റെ പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ഭീഷണികള് ന്യൂസ് 18 എനിക്ക് ഒക്കെ ഉണ്ടായ കേസുകള്, ഈ കേസുകൾ ഇത്തരത്തിലുള്ള ഞങ്ങളെ പോലുള്ള ആളുകളെ വേട്ടയാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കേണ്ട നമ്മളുടെ കേരളത്തിന്റെ സംവിധാനങ്ങൾ മൗനം പാലിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റ് വരും ദിവസങ്ങളിൽ തിരുത്തിയിട്ട് കേരള ഗവൺമെന്റ് തന്നെ മുന്നോട്ട് ഇറങ്ങണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനൗദ്യോഗിക കണക്ക് പ്രകാരം, SIT പറയാത്ത കണക്ക് പ്രകാരം ഒരുപാട് മൃതദേഹങ്ങൾ അവിടുന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾക്കൊക്കെ ഒരു അവകാശം ഉണ്ടാവണം. ഇതൊക്കെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. അതെന്താണ് അങ്ങനെ പറയുന്നത്? മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് എങ്ങനെ തീർത്ത് പറയുന്നു താങ്കൾ മനാഫ്? അല്ല, ഇതൊക്കെ മൊത്തം ഇപ്പൊ കന്നഡ ചാനലുകളിൽ വരുന്ന വിഷയമാണ്. ഈ വിഷയങ്ങളൊക്കെ അനൗദ്യോഗിക, അതാണ് ഞാൻ പറയാൻ കാരണം, അനൗദ്യോഗിക കണക്ക് പ്രകാരം കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും മണ്ണ് മാന്തി പരിശോധിക്കേണ്ടതുണ്ട്.
SITന്റേതായ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. അവർക്ക് ഇത് തുറന്നു പറയുന്നതോട് കൂടിയിട്ട് പല പ്രയാസങ്ങളും വരാനുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് സംഘടനകൾ സമര രംഗത്തുണ്ട്. എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത് ഒരു പ്രത്യേക വിഭാഗം സംഘടനയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവർ നേരിടുമ്പോഴും സത്യം എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും കാണാതായതിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 9 കൊല്ലത്തെ ഒരു കണക്കെടുത്താല് 3000 ചില്ലാനത്തോളം സ്ത്രീകൾ കേരളത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അവരെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. ഈ ഈ ഈ ഈ സ്ത്രീകളെ പറ്റിയിട്ട് കേരള സർക്കാർ അന്വേഷിക്കണമല്ലോ. ഇതിലെ ഏതെങ്കിലും സ്ത്രീകള് ഇന്ന് ഈ ഒരു ധർമ്മസ്ഥലയില് പെട്ടിട്ടുണ്ടോ? ഇതിനെ പറ്റിയിട്ട് ചില ആളുകളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് വന്നിട്ട് ഇതൊരു പരാതി കൊടുക്കാൻ പോലും തയ്യാറാവില്ല. പിന്നെ എങ്ങനെയാണ് ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് നീതി ലഭിക്കുക? അവരെന്നെ ധൈര്യപ്പെട്ടിട്ട് മുന്നോട്ട് വരണം. എന്നാലേ കേരള സർക്കാരുകൾക്കും വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സർക്കാർ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഉള്ള നിലവിൽ കാണാതായി ഒരു തരത്തിലും കണ്ടുപിടിക്കാത്ത കേസുകൾ എടുത്തിട്ട് അവരെ ബന്ധപ്പെടണം. അവരെ ബന്ധപ്പെട്ടിട്ട് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു DNA ടെസ്റ്റിനും വേണ്ടിയിട്ട് ഹാജരാവണം SITന് മുന്നാകെ. ഇപ്പം തന്നെ നമ്മളെ അനീഷ് ജോയ് എന്റെ പിതാവിനെ വാഹനം ഇടിച്ച് പിന്നിൽ നിന്ന് വാഹനം ഇടിച്ചിട്ട് കൊന്നതാണ്. അനീഷ് ജോയിന്റെ പരാതി എവിടെ എടുത്തിട്ടില്ലേനു. ഇന്ന് അനീഷ് ജോയ് എന്ത് ചെയ്തിട്ടുണ്ട്? SITന്റെ മുന്നിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല ആളുകളും മലയാളികൾ മുന്നോട്ട് വരണം പരാതികൾ കൊടുക്കാനായിട്ട്. ഇതിൽ അപകടപ്പെട്ട ഇനി ഒരുപാട് കേസുകൾ ഉണ്ട്. പല ആളുകളെയും മർദ്ദിച്ച കേസുകൾ, പല ആളുകളെയും ദിവസങ്ങളോളം ആ കാട്ടിന്റെ ഉള്ളിൽ കിടന്ന ആളുകൾ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ ഒരു പരാതികളാണ്. ഈ പരാതികളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അന്വേഷിക്കാൻ ഇതിന്റെ ഇടയിൽ സാർ ഒരു കാര്യം കൂടി പല ആളുകളും ചോദിക്കുന്നുണ്ട്, മനാഫിന് എന്താണ് ഇതിൽ കാര്യം? മനാഫ് എന്താ ഇന്ത്യൻ പൗരനല്ലേ? മനാഫിന് എന്താ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ കൂടെ സഹകരിച്ചുകൂടെ? അപ്പം ഇത്തരത്തിൽ ഇതിനെ വഴിതിരിച്ചു വിടാനേ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ അവിടുത്തെ താങ്കളുടെ റിപ്പോർട്ടറായ ബൈജുവേട്ടൻ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ റിപ്പോർട്ടിംഗും നടത്തുന്നത്. ഇതിന്റെ ഓരോ വാർത്തകളും പുറത്തേക്ക് എത്തുന്നത് എത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ട്. ബൈജു, അത് എത്രമാത്രം പ്രയാസമുണ്ട് ഇപ്പോൾ SIT